days we discuss the topic Jungle Air Crash by Julian Kopke that we completed. Today we are going to discuss another topic, that is On Killing a Tree by Jeev Patil. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ദിവസം നമ്മൾ ദ ജംഗിൾ എയർ ക്രാഷ് എന്നുള്ള പാഠഭാഗം നമ്മൾ ചർച്ച ചെയ്തു. എഴുതിയിട്ടുള്ളത് ജൂലിയൻ കോപ്കെയാണ്. അതിലെ പാഠഭാഗങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പുതിയ ഒരു പാഠഭാഗത്തിലേക്കാണ് പോകുന്നത്. ഒരു കവിതയാണ് ഓൺ കില്ലിംഗ് എ ട്രീ. എഴുതിയിട്ടുള്ളത് ജീവ് പാട്ടീൽ ആണ്. നമുക്ക് ആ പാഠഭാഗത്തേക്ക് പോവാം. ഓക്കെ, ഓൺ കില്ലിംഗ് എ ട്രീ, ഒരു മരത്തെ കൊല്ലുന്നു എന്നതാണ് ഈ കവിതയുടെ ഹെഡിങ്ങിൻ്റെ അർത്ഥം. എഴുതിയുള്ളത് ജീവ് പാട്ടീലാണ്. ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ ഫെമിലിയർ ദ റൈറ്റർ. കം ഓൺ, ജീവ് പാട്ടീൽ. Born on 18th August 1940, is an Indian poet, playwright, painter and physician. He is part of Green Movement, which is involved in an effort to protect the environment. 1940 ഓഗസ്റ്റ് 18 ജനിച്ച ജീവ് പാട്ടീൽ. അദ്ദേഹം ഒരു ഇന്ത്യൻ കവിയാണ്, പ്ലേ റൈറ്ററാണ്, പെയിൻറ്ററാണ്, അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു ഡോക്ടറുമാണ്. അദ്ദേഹം ഗ്രീൻ മൂവ്മെൻറ്റ് എന്നുള്ള പ്രകൃതിയെ സംരക്ഷിക്കുന്ന ഒരു സംരംഭത്തിലെ അംഗം കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഹൗ ഡു യു വിത്ത്സ്റ്റാൻഡ്, ബോഡി, മിററിംഗ് ആൻഡ് ത്രീ പ്ലേസ് ടൈറ്റിൽ പ്രിൻസസ് സവാസ്ക ആൻഡ് മിസ്റ്റർ ബെറാൻ. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ. ഓക്കെ, നൗ ലെറ്റ് us start the poem ഓൺ കില്ലിംഗ് എ ട്രീ. ഓൺ കില്ലിംഗ് ട്രീ, ഇത് മരത്തെ കൊല്ലരുതെന്നും അതോടൊപ്പം തന്നെ അത് ഭാവിയിലേക്ക് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഒരു പ്രകൃതി വിഭവമാണെന്നും ഉള്ള സന്ദേശം നമുക്ക് ഈ കവിതയോട് കിട്ടുന്നുണ്ട്. ഇറ്റ് ഈസ് ആൻ ഫ്രീ വേഴ്സ്. ഇതൊരു ഫ്രീ വേഴ്സിലുള്ള ഒരു കവിതയാണ്. എന്ന് വെച്ചാൽ പ്രത്യേകമായിട്ടുള്ള റിതം പാറ്റേണോ റൈം സ്കീമോ അല്ലെ മീറ്ററോ ഒന്നും ഇല്ലാത്ത സ്വതന്ത്രമായിട്ടുള്ള ഒരു കവിതാ ശകലമാണ് ഓൺ കില്ലിംഗ് എ ട്രീ എന്ന് പറയുന്നത്. സ്റ്റാൻസ. It takes much time to kill a tree, not a simple jab of knife will do it. It takes much time to kill a tree. ഒരു മരത്തെ കൊല്ലുന്നതിന് ധാരാളം സമയം എടുക്കുന്നുണ്ട്. Not a simple jab. Jab means പെട്ടെന്നുള്ള ഒരു കുത്ത് കൊണ്ടുള്ള കുത്ത് തീർച്ചയായിട്ടും അതിനെ കൊണ്ട് മരത്തെ കൊല്ലാനാവില്ല. It has grown slowly, consuming the earth, rising out of it. അപ്പോൾ എത്ര തന്നെ നമ്മൾ ചെറിയ കത്തി കൊണ്ട് അതിനെ കുത്തി പരിക്കേൽപ്പിച്ചാലും മരത്തെ നമുക്ക് കൊല്ലാൻ കഴിയില്ല. അങ്ങനെയുള്ള മരം ഇറ്റ് ഹാസ് ഗ്രോൺ സ്ലോലി കൺസ്യൂമിങ് ദ എർത്ത്. ഭൂമിയെ ഉപഭോഗം ചെയ്തുകൊണ്ട് അതിനെ ഉപയോഗിച്ചുകൊണ്ട് ഭൂമിയിൽ പതിയെ മരം വളർന്നു വരുന്നു. റേസിങ് ഔട്ട് ഓഫ് ഇറ്റ്, അങ്ങനെ അത് ഉയർന്ന് പുറത്തേക്ക് അങ്ങനെ വളർന്നു വരുന്നു. ഫീഡിങ് അപ്പോൺ ഇറ്റ്സ് ക്രസ്റ്റ് ഉപരിഭാഗം, തോട്, മരത്തിൻ്റെ തോട് അല്ലേ, അത് വലിച്ചെടുക്കുന്നു അല്ലേ, ഭക്ഷണം എല്ലാം വലിച്ചെടുക്കുന്നുണ്ട്. അബ്സോർബിങ്, വലിച്ചെടുക്കുക. ഇയേഴ്സ് ഓഫ് സൺലൈറ്റ്, എയർ, വാട്ടർ ആൻഡ് ഔട്ട് ഓഫ് ഇറ്റ്സ് ലെപ്പറസ് ഹൈറ്റ് സ്പ്രൗട്ടിങ് ലീവ്സ്. എന്ന് വെച്ചാൽ ഭൂമിയിൽ നിന്നുള്ള സൂര്യപ്രകാശവും വായുവും വെള്ളവും ഇതൊക്കെ സ്വീകരിച്ചിട്ടാണ് മരം വളർന്നു വരുന്നത്. ലെപ്പറസ് ഹൈറ്റ്, ലെപ്രസ് ഹൈഡ് എന്നാൽ തൊലി, സ്കിന്ന്. ലെപ്രസ് എന്നാൽ ഒരു തരം രോഗം. എന്ന് വെച്ചാൽ അതിൻ്റെ യഥാർത്ഥ നിറത്തിലല്ലാത്ത നേരിയ നിറത്തിൽ കാണുന്ന മരത്തിനെ തീർച്ചയായിട്ടും അത് നേരിയ നിറമായിരിക്കാം അല്ലേ, നേരിയ നിറമാണെങ്കിൽ പോലും. സ്പ്രൗട്ടിങ് ലീവ്സ് മീൻസ് കിളിർക്കുക, മുളയ്ക്കുക. അങ്ങനെ നേരിയ നിറത്തിലുള്ളതാണെങ്കിൽ പോലും, ഡിസ്കളേർഡ്, നേരിയ നിറത്തിൽ നിറമില്ലാത്തതാണെങ്കിൽ പോലും, നിറം മങ്ങിയ ആ ഒരു മരമാണെങ്കിൽ പോലും പിന്നീട് അത് കിളിർത്ത് വളർന്ന് വരിക തന്നെ ചെയ്യും. ഇലകളൊക്കെ വന്ന് അത് കിളിർത്ത് വരുന്നതായിരിക്കും. സെക്കൻഡ് സ്റ്റാൻസ, സോ ഹാക്ക് ആൻഡ് ചോപ്പ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് മരത്തെ കൊല്ലാൻ കഴിയില്ല, ഇലകൾ അപ്പോഴും വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഹാക്ക് വെട്ടി നുറുക്കുക, ചോപ്പ് കൊത്തി അരിയുക. അതിന് നമ്മൾ എന്ത് ചെയ്യണം? കൊത്തി മുറിക്കണം, അതിനെ ചെറിയ കഷ്ണങ്ങളായി മുറിക്കണം നമുക്ക്. ബട്ട് ദിസ് അലോൺ വോണ്ട് ഡു ഇറ്റ്. പിയര് മുറിച്ചത് കൊണ്ട് മാത്രം നമുക്ക് ആ മരത്തെ കൊല്ലാൻ കഴിയില്ല. നോട്ട് സോ മച്ച് പെയിൻ വിൽ ഡു ഇറ്റ്.
അപ്പോൾ അതൊന്നും എന്താണ് ഇത്തരത്തിലുള്ള വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമല്ല, അതിന് വേദനിക്കുകയുമില്ല. ആ മരത്തിൻ്റെ കറ അതാണ് ഉദ്ദേശിക്കുന്നത്. ആ ദ്രവത്തെയാണ് നമ്മൾ എന്താ പറയുക ബ്ലീഡിങ് എന്ന് പറയുന്നത്. ബാർ ഇതിൻ്റെ പുറംതൊലിയിൽ ഇങ്ങനെ മുറിവായിട്ട് രക്തം വാർന്നൊഴുകുമെങ്കിലും അത് പിന്നീട് എന്ത് ചെയ്യും? വിൽ ഹീൽ, അത് ഉണങ്ങുക തന്നെ ചെയ്യും. എന്ന് വെച്ചാൽ ഇവിടെ പ്രവാഹത്തോട് കമ്പയർ ചെയ്തിരിക്കുകയാണ്. ബ്ലീഡിങ് ബാർക്ക് നമ്മുടെ ശരീരത്തിലെ മുറിവ് ഉണങ്ങുന്നത് പോലെ തന്നെ ഈ മരത്തിലെ മുറിവും ഇത്തരത്തിൽ രക്തം വാർന്നൊലിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ഈ ഒരു മുറിവും ഉണക്കാൻ പറ്റും. അപ്പം ഇത് മെറ്റഫറിന് ഉദാഹരണമാണ്. ഇവിടെ മരത്തിൻ്റെ ആ ഒരു സ്രവത്തെ ഇവിടെ മനുഷ്യൻ്റെ ആ രക്തത്തോട് ഇവിടെ കമ്പയർ ചെയ്തിരിക്കുന്നതാണ്. അങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ട് തന്നെ ഇത് മെറ്റഫറിന് ഉദാഹരണമാണ്, ഇംപ്ലൈഡ് കമ്പാരിസണാണ്. ഓക്കെ. ആൻഡ് ഫ്രം ക്ലോസ് ടു ദ ഗ്രൗണ്ട് വിൽ റൈസ് കേൾഡ് ഗ്രീൻ ട്വിഗ്സ്. മാത്രമല്ല അതിനെ മുറിച്ചിട്ട് നമ്മൾ ഗ്രൗണ്ടിലേക്ക് ഇട്ടാലും വിൽ റൈസ്, അവിടെ നിന്ന് അത് ഉയർന്ന് പൊന്തി വരും. കേൾഡ് ഗ്രീൻ ട്വിഗ്സ്, അങ്ങനെ ചുരുണ്ട പച്ച ഇലകളുള്ള ചുള്ളിക്കമ്പോട് കൂടിയിട്ട് അത് വീണ്ടും ഇങ്ങനെ ഉയർന്നു വരും. മീനിയേച്ചർ ബഫ്സ്, അങ്ങനെ മീനിയേച്ചർ ചെറിയ ബഫ്സ് മരക്കൊമ്പുകൾ, ആ മരക്കൊമ്പുകൾ ശാഖകളായാലും പോലും ആ ശാഖകളിൽ നിന്ന് ഇങ്ങനെ അത് പൊന്തി വരും. വിച്ച് ഇഫ് അൺചെക്ഡ് വിൽ എക്സ്പാൻഡ് അഗെയിൻ ദ ഫോമർ സൈസ്. നമ്മളതിനെ പരിശോധിക്കുക, നോക്കുക. നമ്മളതിനെ പരിപാലിച്ചില്ലെങ്കിലും നോക്കിയില്ലെങ്കിലും അത് വീണ്ടും അങ്ങനെ വളർന്നു വരും. ഫോർമർ സൈസ്, അതിൻ്റെ ആദ്യത്തെ രൂപത്തിലേക്ക് തിരിച്ചു വളർന്ന് പന്തലിച്ചു വരും. ഇത്തരത്തിൽ അങ്ങനെയും നമുക്കതിനെ കൊല്ലാൻ കഴിയില്ല. കൊത്തിയരി നമ്മൾ കഷ്ണങ്ങളാക്കി അവിടെ ഗ്രൗണ്ടിലിട്ടാലും പിന്നീടും കിളിർത്തു വരും. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും മരത്തിന് മരണമില്ല. നോ, ദ റൂട്ട് ഈസ് ടു ബി പുൾഡ് ഔട്ട്. അതിനെ കൊല്ലണമെങ്കിൽ ഈ കവി പറയുന്നത് എങ്ങനെ കൊല്ലണമെന്നാണ്. ദ റൂട്ട് ഈസ് ടു ബി പുൾഡ് ഔട്ട് ഓഫ് ദ ആങ്ച്വറിങ് എർത്ത്. അങ്ങനെ കൊല്ലണമെങ്കിൽ അതിനെ വേരോടെ പിഴുതെടുക്കണം. ഔട്ട് ഓഫ് ദ ആങ്ച്വറിങ് എർത്ത്, ഭൂമിയുടെ അടിത്തറയിൽ നിന്ന് വേരോടെ പിഴുതെടുത്താൽ മാത്രമേ നമുക്കതിനെ കൊല്ലാൻ കഴിയൂ. ഇറ്റ് ഈസ് ടു ബി റോപ്ഡ് ടൈറ്റ്. വേരോടെ പിഴുതെടുത്താലും ഒരുപക്ഷെ അതിനെ കൊല്ലാൻ കഴിയില്ല. ഒരുപക്ഷെ അത് എന്ത് ചെയ്യും? വളർന്നു വന്നേക്കാം. പൂർണ്ണമായിട്ടും അതിനെ വലിച്ചെടുക്കണം. ഇറ്റ് ഈസ് ടു ബി റോപ്ഡ് ടൈഡ്. വേരോടെ പിഴുതെടുക്കാൻ വേണ്ടി ആ മരത്തെ കയറുകൊണ്ട് കെട്ടണം. ആൻഡ് പുൾഡ് ഔട്ട്, സ്നാപ്ഡ് ഔട്ട് ഓർ പുൾഡ് ഔട്ട് എൻറ്റയർലി. അങ്ങനെ അതിനെ എന്ത് ചെയ്യണം? സ്നാപ്ഡ്, പൊട്ടിക്കണം, മുറിച്ചിട്ട് മാറ്റണം. ഓർ പുൾഡ് ഔട്ട് എൻറ്റയർലി, മുഴുവനായിട്ടും അതിനെ വലിച്ച് പിഴുത് എടുത്ത് മാറ്റണം. ഔട്ട്, ദാറ്റ് ഈസ് എൻറ്റയർലി ഔട്ട് ഫ്രം ദ എർത്ത് കേവ്. എവിടെ നിന്ന്? ഭൂമിക്ക് അടിയിലുള്ള ഗുഹയുടെ ഭാഗത്ത് നിന്ന്. എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും അതിനെ വേരോടെ പിഴുതെടുത്താൽ മാത്രമേ നമുക്കതിനെ കൊല്ലുവാൻ കഴിയുകയുള്ളൂ. സ്റ്റാൻസ. The source, white and wet, the most sensitive, hidden for years inside the earth. അപ്പോൾ ഇതിൻ്റെ ഉറവിടം എവിടെയെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. വൈറ്റ് ആൻഡ് വെറ്റ്, അതിൻ്റെ നിറം വെള്ള നിറത്തിലുള്ളതും വെറ്റ് നനഞ്ഞതുമായിരിക്കും. ദ മോസ്റ്റ് സെൻസിറ്റീവ്, അതിലോലമായതുമാണ്. ഹിഡൻ ഫോർ ഇയേഴ്സ് ഇൻസൈഡ് ദ എർത്ത്, അങ്ങനെ വർഷങ്ങളായിട്ട് ഭൂമിക്കടിയിൽ നിൽക്കുന്ന ആ വേരിനെ നമുക്ക് കാണാൻ പറ്റും അല്ലേ? വെളുത്ത നിറത്തിലുള്ള നനഞ്ഞ് ലോലമായിട്ടുള്ള അതിലോലമായിട്ടുള്ള ആ ഒരു വേര് നമുക്ക് കാണാൻ പറ്റും പുറത്തേക്ക്. അതിൻ്റെ എത്രത്തോളമുണ്ട്, അതിൻ്റെ വലിപ്പം, അതിൻ്റെ ശക്തി എത്രത്തോളമുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. Then the matter of scorching and choking. Then the matter means root, അതിൻ്റെ വേര്. അതിൻ്റെ വേര് അല്ലേ ഉണങ്ങും. അങ്ങനെ ഉണങ്ങിക്കഴിഞ്ഞാൽ സ്കോർച്ചിങ് ആൻഡ് ചോക്കിങ്, അങ്ങനെ ഉണക്കിയും ചോക്കിങ് ശ്വാസം മുട്ടിച്ചും ഇൻ സൺ ആൻഡ് എയർ, വായുവിലും വെയിലത്തും ശ്വാസം മുട്ടിച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ ബ്രൗണിങ്, ഹാർഡനിങ്. ബ്രൗണിങ് ഒടിച്ചു വയ്ക്കുകയും ഹാർഡനിങ് മാത്രമല്ല ഉണക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, ആ വേരിനെ നമ്മൾ വെറുതെ എടുത്താൽ പോരാ. ആ വേര് നമുക്ക് ശ്വാസം മുട്ടിക്കുകയും വെയിലത്ത് വയ്ക്കുകയും ഉണക്കുകയും ഒക്കെ ചെയ്താൽ അല്ലേ, ട്വിസ്റ്റിങ് പൊട്ടിക്കുകയും ചെയ്യണം. വിതറിങ് വാട്ടുക. ഇത്തരത്തിൽ ആ വെയിലത്ത് വെക്കണം. ബ്രൗണിങ്, ഹാർഡനിങ്, ട്വിസ്റ്റിങ്, വിതറിങ് ആൻഡ് ദെൻ ഇറ്റ് ഈസ് ഡൺ. അങ്ങനെ അതിനെ ഒടിച്ച് കളഞ്ഞ് വേരോടെ പിഴുതത്തിന് ശേഷം ഒടിച്ച് കളയുകയും മാത്രമല്ല ഹാർഡനിങ്, അതിനെ ഉണക്കുകയും ട്വിസ്റ്റിങ് ഒടിച്ച് കളയുകയും അതോടൊപ്പം തന്നെ വാട്ടുകയും ചെയ്ത് പൂർണ്ണമായിട്ടും അതിനെ വായുവിൽ സൂര്യപ്രകാശത്തിൽ വെച്ച് അങ്ങനെ ഉണക്കിക്കഴിഞ്ഞാൽ അത്തരത്തിൽ നമുക്കതിനെ പറ്റും. ദെൻ ഇറ്റ് ഈസ് ഡൺ. അത്തരത്തിൽ നമുക്കതിനെ കൊല്ലുവാൻ കഴിയും. ഈ രൂപത്തിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ കൊല്ലാം. ദിസ് ഇസ് ദ പോം. ഇതാണ് കവിത. അപ്പം ഇവിടെ ഭാവിയിൽ
മരങ്ങൾ വെട്ടി നശിപ്പിക്കരുത്, അത് ഭൂമിക്ക് വേണ്ട വളരെ വലിയ പ്രധാനപ്പെട്ട സമ്പത്ത് തന്നെയാണ്, സോഴ്സ് ഉറവിടം തന്നെയാണ്, അതിനെ കാത്തു രക്ഷിക്കണം എന്നുള്ള ഒരു മെസ്സേജ്, സന്ദേശം കൂടി അദ്ദേഹം ഈ കവിതയിലൂടെ നമുക്ക് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ ചില അലിട്രേഷൻസ് ഉണ്ട്, അലിട്രേഷൻ അതുപോലെ പേഴ്സോണിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. മെറ്റഫർ പറഞ്ഞു, ലെപ്രസ് ഹൈഡ്, അതുപോലെ ബ്ലേഡ് ബാർക്ക്, ഇതൊക്കെ മെറ്റഫറിന് ഉദാഹരണമാണ്. പേഴ്സോണിഫിക്കേഷൻ ഉദാഹരണമാണ് ബ്ലേഡിംഗ് ബാർക്ക് എന്നുള്ളത്. ഓക്കെ, ദെൻ അലിട്രേഷൻ ഉദാഹരണമാണ് ബ്ലേഡിംഗ് ബാർക്ക്, ബ് ബ്, ബ്ലേഡിംഗ് ബ്, ബാർക്കിംഗ് ബ്, അല്ലേ, ബ് ശബ്ദങ്ങൾ കോൺസ്റ്റൻസ് അവിടെ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ വൈറ്റ് ആൻഡ് വെറ്റ്, അതും അലിട്രേഷന് ഉദാഹരണമാണ്. അപ്പോൾ പേഴ്സോണിഫിക്കേഷൻ, മെറ്റഫർ, അതുപോലെ തന്നെ അലിട്രേഷൻ, ഇവയാണ് ഇതിലെ പോയറ്റിക് ഡിവൈസസ്. ഓക്കെ, ഓർത്ത് വയ്ക്കുക. സോ ദ ടോപ്പിക് ഈസ് ഓവർ. Then now we can go through the question, that is, what can you infer from the words bleeding bark? Bleeding bark എന്നതുകൊണ്ട് നിങ്ങൾ അർത്ഥമാക്കുന്നത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? Come on, answer. The bleeding bark is the place from where the tree is cut off. The snap of the tree will be oozing out from the wounded bark like blood comes from a wound in our body. അപ്പോൾ ഇവിടെ മനുഷ്യരിൽ നിന്ന് മുറിവായി കഴിഞ്ഞാൽ ബ്ലഡ് ഒഴുകി വരുന്നത് പോലെ ഈ ഒരു മരത്തിൻ്റെ കറ, അല്ലേ, ആ കറ ആകുന്ന രക്തം അതിങ്ങനെ ഒഴുകി വരും, അതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സെക്കൻഡ് വൺ, വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദ ബഫ്സ് ആർ അൺചെക്ഡ്? ഇവിടെ ചോദിച്ചിരിക്കുകയാണ്, ഇത്തരത്തിൽ മരങ്ങൾ, ഈ കൊമ്പുകൾ നമ്മൾ നോക്കിയില്ലെങ്കിലും അതിനെ പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? ഇഫ് ദ ബഫ്സ് ആർ അൺചെക്ഡ് ദേ വിൽ ഗ്രോ ടു ദെയർ ഫോമർ സൈസ് അഗെയിൻ. അവരെ നോക്കിയില്ലെങ്കിലും മുൻപ് ഉണ്ടായിരുന്ന അതേ സൈസിലേക്ക്, അളവിലേക്ക്, വളർച്ചയിലേക്ക് പിന്നീടും ആ മരം വളർന്നു വരുന്നു. തേർഡ് വൺ, വാട്ട് വാസ് ഡൺ ടു ദ റൂട്ട്സ് അറ്റ് ലാസ്റ്റ്? പിന്നീട് ആ റൂട്ടിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ദ റൂട്ട്സ് വേർ റോപ്ഡ് ടൈറ്റ് ആൻഡ് പുൾഡ് ഔട്ട് എൻറ്റയർലി ഫ്രം ദ ആങ്ചറിങ് എർത്ത്. ഭൂമിയിൽ നിന്ന് തന്നെ അതിനെ വേരോടെ പിഴുതെടുക്കണം. അതിന് കയർ കൊണ്ടിട്ട് കെട്ടിയിട്ട് വേണം നമ്മതിനെ വേരോടെ പിഴുതെടുക്കാൻ, വലിച്ചെടുക്കാൻ. ഫോർത്ത് വൺ, ഹൗ ഡസ് ദ പോയറ്റ് ഡിസ്ക്രൈബ് ദ ലൈഫ് സോഴ്സ് ഓഫ് ദ ട്രീ? എങ്ങനെയാണ് ഇവിടെ മരത്തിൻ്റെ ആ ജീവൻ്റെ ഉറവിടത്തെക്കുറിച്ച് ഇവിടെ വർണ്ണിക്കുന്നത്? ദ ലൈഫ് സോഴ്സ് വിച്ച് ഈസ് ദ മോസ്റ്റ് സെൻസിറ്റീവ് പാർട്ട് ഓഫ് ദ ട്രീ ഈസ് white and wet. It is hidden inside the earth for years. ഇപ്പം ഇങ്ങനെ വർഷങ്ങളായിട്ട് ഭൂമിക്കടിയിൽ ഒളിച്ചിരിക്കുന്ന അതിൻ്റെ വേര്, നനഞ്ഞ ലോലമായിട്ടുള്ള ആ വേരാണ് അതിൻ്റെ മുഖ്യ ഉറവിടം എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ. നെക്സ്റ്റ് വൺ, ആക്ടിവിറ്റി 1. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദ ടൈറ്റിൽ ഓൺ കില്ലിങ് എ ട്രീ? ഈസ് ഇറ്റ് ടു കിൽ എ ട്രീ? ഇവിടെ ഓൺ കില്ലിങ് എ ട്രീ, ഒരു മരത്തെ കൊല്ലുന്നു എന്നുള്ള ഈ ടൈറ്റിൽ എന്താണ്? ആ ടൈറ്റിൽ നിങ്ങൾ അർത്ഥമാക്കുന്നത് ഇത് ഒരു മരത്തിനെ കൊല്ലുന്നുവോ? ജസ്റ്റിഫൈ ദ ടൈറ്റിൽ ഇൻ യുവർ ഓൺ വേർഡ്സ്. ആ ടൈറ്റിലിനെ കുറിച്ച് നിങ്ങളുടെ സ്വന്തം വാക്യത്തിൽ സാധൂകരിക്കുക. കമോൺ. ദ ടൈറ്റിൽ ഈസ് ആൻ എക്സലൻറ്റ് വൺ ബിക്കോസ് ഇറ്റ് സ്പീക്സ് ഓഫ് ദ കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ഓഫ് ദ ട്രീ. ഇറ്റ് ഈസ് നോട്ട് മിയർലി കട്ടിങ് ഇറ്റ് ഡൗൺ ബട്ട് എൻഷൂറിങ് ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് റീഗ്രോ. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ടൈറ്റില് തീർച്ചയായിട്ടും എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ടൈറ്റിലാണ്. അതോടൊപ്പം തന്നെ പൂർണ്ണമായിട്ടും അതിനെ കൊല്ലണം, എങ്കിൽ മാത്രമേ അത് വരാതിരിക്കുകയുള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ ബി, ദ പോയറ്റ് പ്രസൻസ് ദ ട്രീസ് ആസ് എ ഹ്യൂമൻ ബീയിങ് ദാറ്റ് ഹാസ് ഓൾ ദ ഇമോഷൻസ് സച്ച് ആസ് പ്ലഷർ ആൻഡ് പെയിൻ. ഇവിടെ മനുഷ്യൻ്റെ ഗുണത്തോടാണ് ഇവിടെ ഈ മരത്തിൻ്റെ വികാരങ്ങളെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. സന്തോഷമായിട്ടും വേദനയായിട്ടും ഒക്കെ വികാരങ്ങളെ ഇവിടെ വളരെ ഭംഗിയായിട്ട് ഈ കവിതയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. എക്സാമ്പിൾ, ഉദാഹരണത്തിന്, ആൻഡ് ഔട്ട് ഓഫ് ഇറ്റ് ലെപ്രസ് ഹൈഡ്. ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പേഴ്സണിഫിക്കേഷൻ. അപ്പോൾ ഇറ്റ് ഈസ് ആൻഡ് ഔട്ട് ഓഫ് ഇറ്റ്സ് ലെപ്രസ് ഹൈഡ് എന്നുള്ളത് എന്താണ്? ഇവിടെ നിറം മങ്ങി, കുഷ്ഠരോഗം അല്ലെങ്കിൽ തൊലി മാറി, അതിന് നിറം മാറിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ തൊലി പുറത്തു നിന്ന് മറ്റൊരു പുതിയ ചില്ല അല്ലെങ്കിൽ ഇല അവിടെ പൊന്തി വരുന്നുണ്ട്. പിക്ക് ഔട്ട് അനദർ എക്സാമ്പിൾ ഓഫ് പേഴ്സണിഫിക്കേഷൻ ഫ്രം ദ പോം. ഇപ്പോൾ ഏതൊക്കെയാണ് മറ്റുള്ള ഉദാഹരണങ്ങൾ? ഫീഡിങ് അപ്പോൺ ഇറ്റ്സ് ക്രസ്റ്റ്, അബ്സോർവിങ് ഇയേഴ്സ് ഓഫ് സൺലൈറ്റ്, എയർ, വാട്ടർ, ഇതൊക്കെയാണ് അതിന് ഉദാഹരണങ്ങൾ. ഫീഡിങ് അപ്പോൺ ഇറ്റ്സ് ക്രസ്റ്റ്, ഭക്ഷണം കഴിക്കുക, ഊട്ടുക. അതുപോലെ തന്നെ വർഷങ്ങളായിട്ട്
എന്ത് ചെയ്യുക, കൺസ്യൂം ചെയ്യുന്നത്. അതൊക്കെ പേഴ്സണിഫിക്കേഷന് ഉദാഹരണമാണ്. ദെൻ സി ദ ബ്ലീഡിംഗ് ബാർക്ക് വിൽ ഹീൽ. ദ വേർഡ്സ് ബ്ലീഡിംഗ് ആൻഡ് ബാർക്ക് ബിഗിൻ വിത്ത് ദ സെയിം സൗണ്ട്. ബ്ലീഡിംഗ് ആൻഡ് ബാർക്ക്. ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് അലിട്രേഷൻ. ഇത് എന്ത് ഉദാഹരണമാണ്? അലിട്രേഷൻ ഉദാഹരണമാണ്. ബ് ബ്ലീഡിംഗ്, ബാർക്ക്, ബ് എന്നുള്ള ശബ്ദങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് സിമിലർ ലൈൻസ് ഫ്രം ദ പോയം. അലിട്രേഷന് മറ്റൊരു ഉദാഹരണം ഇതാ, വൈറ്റ് ആൻഡ് വെറ്റ് എന്നുള്ളതാണ് മറ്റൊരു ഉദാഹരണം. വൈറ്റ് ആൻഡ് വെറ്റ്, വു ശബ്ദം, ഡബ്ല്യു എന്നുള്ള അക്ഷരം അവിടെ കോൺസ്റ്റൻ്റ് അവിടെ ആവർത്തിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഡി. ആൻഡ് ഫ്രം ക്ലോസ് ടു ദ ഗ്രൗണ്ട് വിൽ റൈസ് curled green twigs. See how beautifully the poet visualizes the images of curled green twigs. അപ്പോൾ ഇവിടെ ചുരുണ്ട പച്ച നിറത്തിലുള്ള മരക്കൊമ്പ് എന്നുള്ള ആ ഒരു പ്രയോഗം, വരിയുടെ അർത്ഥം അതാണ്. അത് എത്ര മനോഹരമായിട്ടാണ് കവി അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ലിസ്റ്റ് ഔട്ട് അതർ വിഷ്വൽ ഇമേജസ് ഫ്രം ദ പോയം. ഇപ്പോൾ ഇവിടെ അത് വിഷ്വൽ ഇമേജിന് ഉദാഹരണമാണ്. ഗ്രീൻ ട്വിഗ്സ് എന്നുള്ളത്, പച്ച നിറത്തിലുള്ള കൊമ്പ് എന്നുള്ളത് വിഷ്വൽ ഇമേജിന് ഉദാഹരണമാണ്. വേറെ വിഷ്വൽ ഇമേജിന് ഉദാഹരണങ്ങൾ എടുത്തെഴുതുക. ഇറ്റ് ഹാസ് ഗ്രൗൺ സ്ലോലി കൺസ്യൂമിങ് ദ എർത്ത്, റൈസിങ് ഔട്ട് ഓഫ് ഇറ്റ്, ഫീഡിങ് അപ്പോൺ ഇറ്റ്സ് ക്രസ്റ്റ്, absorbing years of sunlight, air and water. The root is to be robbed, tied and pulled out. Then the matter of scorching and choking in sun and air, browning and hardening, twisting and withering. ഇതൊക്കെ വിഷ്വൽ ഇമേജിന് ഉദാഹരണങ്ങളാണ്. Then next one E. Do the expression bleeding bark and rice curled green twigs have the same meaning in the poem? Bleeding bark, rice curled green twigs. ഈ രണ്ട് പ്രയോഗങ്ങൾക്കും ഒരേ അർത്ഥമാണ് ഉള്ളത്. ഡിസ്കസ് ഹൗ ദേ കോൺട്രാസ്റ്റ് വിത്ത് ഈച്ച് അതർ. എങ്ങനെയാണ് രണ്ടും വ്യത്യാസപ്പെട്ട് കിടക്കുന്നത്? എക്സ്പ്രഷൻസ് ബ്ലീഡിംഗ് ബാർക്ക് ആൻഡ് ദ റൈസ് curled green twigs don't have the same meaning. The expression bleeding bark shows destruction, but rice curled green twigs expresses growth. ഒന്ന് വളർച്ചയും മറ്റൊന്ന് മരണവും തകർച്ചയുമാണ്. The first one shows pain and the second one shows pleasure. ഒന്നാമത്തത് സങ്കടവും രണ്ടാമത്തത് സന്തോഷവും അതിനെയും സൂചിപ്പിക്കുന്നു. So they are contrasting expressions. അപ്പം അത് കോൺട്രാസ്റ്റിംഗ് എക്സ്പ്രഷന് ഉദാഹരണമാണ്. ആക്ടിവിറ്റി 2. The tree withstands even the hardest blow and gash. Fill the columns given below. രണ്ട് കോളം കാണാം. Words or actions which are associated with the growth and the survival of the tree. മരത്തിൻ്റെ വളർച്ചയെയോ അതിൻ്റെ അധ്യയനത്തെയോ സൂചിപ്പിക്കുന്ന വാക്കുകൾ ഫസ്റ്റ് കോളത്തിലും അതോടൊപ്പം തന്നെ അതിൻ്റെ മരണത്തെ അവസാനത്തെ സൂചിപ്പിക്കുന്ന വാക്കുകൾ രണ്ടാമത്തെ കോളത്തിലും എഴുതുക. കൺസ്യൂം, റൈസ്, ഫീഡ്, അബ്സോർബ്, സ്പ്രൗട്ടിങ്, എക്സ്പാൻഡ് ഇതൊക്കെ അതിൻ്റെ സർവൈവൽ, അതിജീവനത്തെ സൂചിപ്പിക്കുന്ന വളർച്ചയെ സൂചിപ്പിക്കുന്ന പ്രയോഗങ്ങളാണ്, വാക്കുകളാണ്. ദെൻ മരണത്തെ സൂചിപ്പിക്കുന്ന വാക്കുകൾ ഒരു രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. കിൽ ആൻഡ് ജാബ്. അനദർ വൺ ഹാക്ക്, ചോപ്പ്, പുൾഡ് ഔട്ട്, റോബ്ഡ്, ടൈഡ്, സ്നാപ്ഡ് ഔട്ട്, exposed, scorching, choking, browning, hardening, twisting, withering. These are the main words that are related or associated with the killing of a tree. I think all of you got the idea about this poem and its activities, question, answers and all. Okay, the coming day we can discuss another topic. Still wait. Have a nice day. Thank you.